CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രണ്ടുപേരുടെ തോൽവി ചർച്ച ചെയ്യും. ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായർ പന്തളം നഗരസഭ അധ്യക്ഷ സ്ഥാനത്ത് വരാതിരിക്കാൻ കാലുവാരിയെന്നും ആക്ഷേപമുണ്ട്. അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. പത്തനംതിട്ട ജില്ലയിലാകെ എടുത്താൽ 5 നിയമസഭാ മണ്ഡലങ്ങളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായില്ല. പന്തളം ജയിച്ചു എന്നുള്ളതാണ് ഏക ആശ്വാസം. ഏതൊക്കെ തോൽവികളാണ് ചർച്ചയാവുക? എന്തൊക്കെ വിലയിരുത്തലാണ് നടത്തുക? സംസ്ഥാന നേതൃത്വം നടത്തിയ വിലയിരുത്തലിൽ നിന്ന് വിഭിന്നമായ അഭിപ്രായമാണ് ജില്ലാ നേതൃയോഗത്തിന്റെ ആദ്യഘട്ട മീറ്റിംഗ് പൂർത്തിയായപ്പോൾ പുറത്തുവന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശബരിമല ഈ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിച്ചില്ല എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുകയും വാർത്താസമ്മേളനത്തോടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തുവെങ്കിൽ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസും അതിൽ മുതിർന്ന നേതാവ് എ പത്മകുമാറിന്റെ അറസ്റ്റും ആണ് എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം തുടരുകയാണ്. ഇതിൽ 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ മത്സരത്തിലെ പരാജയം കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട്. CATU ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പെരുന്നാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന്റെ തോൽവിയാണ് ഒന്നാമത്തേത്. മറ്റൊന്ന് ജില്ലയിലെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ലസിത നായരുടെ പരാജയമാണ്. പന്തളം നഗരസഭയിൽ അവർ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി. LDFന് ഭൂരിപക്ഷം ലഭിക്കുകയും ലസിത വിജയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാമെന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരെ കാലുവാരി പരാജയപ്പെടുത്തിയതാണ് എന്നുള്ള ആക്ഷേപം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ 2 തോൽവികൾ പ്രത്യേകം പരിഗണിക്കുന്നത്. ഒപ്പം അഭിലാൽ, ആറന്മുള മുൻ MLA ആയിരുന്ന KCR പാർട്ടിയെ അതിരൂക്ഷമായി വിമർശിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം ഈ ലസിത നായർ തന്നെയല്ലേ തീവ്രത സംബന്ധിച്ച പരാമർശം നടത്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ വിവാദത്തിൽപ്പെട്ടത്? അതെ. മുകേഷിന്റെ തീവ്രത കുറഞ്ഞ പീഡനവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിനെ തീവ്രത കൂടിയ പീഡനം എന്നുള്ള വിലയിരുത്തലാണ് ലസിത നായർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. മാധ്യമപ്രവർത്തകന്റെ കൗശലം നിറഞ്ഞ ചോദ്യത്തോടുള്ള അവരുടെ പ്രതികരണമാണ് അവരെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് പ്രതികരണത്തെ എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവസാനമായിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കാര്യമായി ഉപയോഗിക്കപ്പെട്ടില്ല എങ്കിൽ പോലും മാധ്യമ വാർത്തകൾ പിന്നീട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും ലസിതയുടെ പരാജയം ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജില്ലയിൽ ആകമാനം ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തത്. അഭിലാഷ് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ KCR ഉയർത്തിയ വിഷയം കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം ഉയർത്തിയ ആരോപണ വിധേയനായിട്ടുള്ള ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. TV സ്റ്റാലിൻ കൂടി പങ്കെടുക്കുന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പരസ്യ പ്രതികരണം സംഘടനാ വിരുദ്ധ നടപടിയാണ് എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ KC രാജഗോപാലിനോട് വിശദീകരണം തേടാനും തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ആ വിഷയം കൂടി ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിലും ചർച്ചയാവും. CK അഭിലാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.